am resigning from my post as Education Minister. It is for personal reasons. I thank everyone for the opportunity. ഓക്കെ വെരി ഗുഡ്. നമ്മളൊന്നും നിങ്ങളെ ഇനി പറയുന്നില്ല. നിങ്ങൾ രാജിവെച്ചു. അതിൽ കൂടുതലൊന്നും പറയാനില്ല. 2 മാസം മുമ്പ് വന്ന ഒരു പാർട്ടി, കോക്രോച്ച് പാർട്ടി, എന്തോ നടയത് 2 മാസം കൊണ്ട് അവന്മാർ മലത്തി അടിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം എല്ലാവരും കളിയാക്കി. അവന്മാർ അവസാനം വിചാരിച്ച് എത്ര പേര് സപ്പോർട്ട് ചെയ്തെന്ന് അറിയാവും. എത്ര പേര്, 10-20 പേരുടെ ജീവന് ഫലമുണ്ടായി. 1-2 അല്ല 20 പേരോളം, 20 കൂടുതൽ കുട്ടികൾ ഈ ഒരു വിഷയം കാരണം ജീവൻ കളയേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിനുവേണ്ടി പോരാടി ഇവിടെ നിന്ന് എത്ര ആൾക്കാർ പോയിട്ടുണ്ടെന്നറിയാം. അങ്ങനെ ഇന്ത്യ മൊത്തവും കൂടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ആ ഇന്ത്യയിൽ തന്നെയാണല്ലോ ഇതൊക്കെ നടക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ് നമുക്കൊരു വിഷമം വരുന്നൊരു കാര്യം. എന്തായാലും അറിയാലോ, ഏത് ഗവൺമെൻറ് ആണെങ്കിലും ജനങ്ങൾ വിചാരിക്കണം. അവിടെ ഒരു മുഖ്യമന്ത്രി ആണെങ്കിലും പ്രധാനമന്ത്രി ആണെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പർ ആയാലും ശരി, ജനങ്ങളില്ലാതെ ഒന്നുമില്ല. അവർ തെരുവിലിറങ്ങി. ഇന്ന് കണ്ടില്ലേ, അദ്ദേഹം രാജിവെച്ചു. ഓക്കെ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ പറയാനുള്ളതും കൂടെ ഞാനൊന്ന് വെച്ചുതരാം. പിന്നെ അതുപോലെ തന്നെ സന്തോഷം. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, എല്ലാവരും ഒന്ന് അടിക്കുക. ഇത് സന്തോഷിക്കുന്നവർ മാത്രം ഒന്ന് ലൈക്ക് അടിച്ചാൽ മതി. അല്ല, ചില ആൾക്കാരൊക്കെ ഉണ്ട് വന്ന് തെറി വിളിക്കാൻ, അവരെന്താണെന്ന് വെച്ച് ചെയ്തു. അതുപോലെ തന്നെ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരും കൂടെ ഒന്ന് ലൈക്ക് അടിക്കുക. എന്തായാലും ഹൈപ്പും കൂടെ കൊടുത്തോ. പരമാവധി ഫേസ്ബുക്കിൽ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണം, ഫോളോയും കൂടെ ചെയ്തേക്കണം, പരമാവധി ഷെയറും കൂടെ ചെയ്തോ. രാഹുൽ പറയുന്നതും കൂടെ നമുക്കൊന്ന് കേൾക്കാം. താങ്ക് യു ഫ്രണ്ട്സ്. ഏത് ഫ്രണ്ട്സ് ആണെന്നല്ലേ? നരേന്ദ്രമോദിയുടെ ഫ്രണ്ട്സ് അല്ല, രാജ്യത്തിന്റെ ഫ്രണ്ട്സ്. തനിക്കെതിരെ എത്ര വലിയ ജനാധിപത്യപരമായ ന്യായമായ സമരം ഉണ്ടായാലും അതിനൊന്നും മൈൻഡ് ചെയ്യാതെ ഒരു ഏകാധിപതിയായി താൻ മുന്നോട്ട് പോകുമെന്ന നരേന്ദ്രമോദിയുടെ അധികാരത്തിന്റെ, അഹങ്കാരത്തിന്, ധാർഷ്ട്യത്തിന്, ധിക്കാരത്തിന് തിരിച്ചടിയേറ്റിരിക്കുന്ന നിമിഷമാണ്. ആ തിരിച്ചടി കൊടുത്തത് ഈ രാജ്യത്തെ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളാണ്. ഒഡീഷയിൽ എപ്പോഴും നേടിയ ഒരു വിജയത്തിന്റെ പേരിൽ തന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തിയെ വിദ്യാഭ്യാസ മന്ത്രിയാക്കി തുടർച്ചയായി ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായിട്ടും സംരക്ഷിച്ചു നിർത്തിയ നരേന്ദ്രമോദിയാണ് ഇപ്പോൾ തോറ്റുപോയിരിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്ന് മോദി ഈ അടുത്ത സമയത്ത് ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ഒരു ലൈവിൽ വരുന്നു, സംസാരിക്കുന്നു, പിള്ളേരുടെ വിഷമങ്ങൾ പറയുന്നു. നിങ്ങളുടെ വിഷമങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ മോദി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ മോദിയുടെ സ്ക്രിപ്റ്റ് കണ്ണിക്കുളം കണ്ട് കാണാൻ പറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. എന്തായാലും റിസൾട്ട് വന്നിട്ടുണ്ട്. ജനങ്ങൾ വിജയിച്ചു. ഇവിടുത്തെ കുട്ടികൾ അറിയാലോ, ഇവിടെ പുതിയ തലമുറയെക്കുറിച്ച് ഒരുപാട് ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തെറ്റെന്നുള്ള രീതിയിൽ സംസാരിച്ചൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ പൊന്നു, ഇവിടുത്തെ ജനറേഷനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അപ്പം നിങ്ങൾ വേറെ ലെവലാണ് പിള്ളേരെ, വേറെ ലെവലാണ്. എൻ്റെ അനിയനെ ഈ ഒരു വിഷയത്തിൽ വിട്ടുന്ന അവനൊരു അക്ഷരം ഉണ്ടാത്ത ഒരു തന്നെ വീട്ടിൽ നിന്ന് ഭയങ്കര ചർച്ചയായിരുന്നു. അപ്പോൾ അവനെ വെച്ചൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരുന്നായിരുന്നു ഞാൻ സത്യത്തിലാണ്. പിന്നെ എൻ്റേതായിട്ടുള്ള തിരക്ക് കാരണം അതും പോയി. ഓക്കെ, എന്തായാലും നമുക്ക് വരാം. രാഹുൽ പറ. അറിയുന്ന ഈ നിമിഷം അത് ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ സമരത്തിന്റെ വിജയമാണ്. മിസ്റ്റർ മോദി, ഈ രാജ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികൾ തോറ്റുപോയിട്ടുണ്ട്. ഈ രാജ്യത്ത് രാഷ്ട്രീയ നേതാക്കന്മാർ തോറ്റുപോയിട്ടുണ്ട്. പക്ഷേ ന്യായമായി നടത്തിയ ഒരൊറ്റ സമരം പോലും തോറ്റുപോയ ചരിത്രമില്ലാത്ത രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സമരം ചെയ്ത് വിജയിച്ച ഞങ്ങൾക്ക്, ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയ നിങ്ങൾക്കെതിരായിട്ട് സമരം ചെയ്ത് വിജയിക്കുവാൻ വലിയ പ്രയാസമൊന്നുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സമരം ചെയ്ത ആളുകളെ നിങ്ങൾക്ക് ചൈനീസ് ചാരന്മാരെന്ന് വിളിക്കാം, പാകിസ്ഥാന്റെ ഒറ്റുകാരെന്ന് വിളിക്കാം, അമേരിക്കയുടെ പണം പറ്റുന്നവരെന്ന് വിളിക്കാം, രാജ്യദ്രോഹികളെന്ന് വിളിക്കാം, ദേശവിരുദ്ധരെന്ന് വിളിക്കാം, തീവ്രവാദികളെന്ന് വിളിക്കാം. അവരെ പാറ്റകളാക്കാം, പഴുതാരകളാക്കാം, പല്ലികളാക്കാം. പക്ഷേ ഈ രാജ്യത്തിന്റെ പിന്തുണ ആ വിദ്യാർത്ഥികൾക്കൊപ്പമാണുള്ളത്. അതുകൊണ്ടാണ് ചോദ്യപേപ്പർ ചോർച്ചയുടെ പേരിൽ മുദ്രാവാക്യങ്ങളുമായി ജന്തർ മന്ദറിലേക്ക്, ഈ രാജ്യത്തിന്റെ പാർലമെന്റിലേക്കും ഒക്കെ കടന്നു വന്ന വിദ്യാർത്ഥികൾ, അവർക്ക് നേരെ ഏറ്റവും ക്രൂരമായ ലാത്തിചാർജ് ഉണ്ടാകുമ്പോൾ, അവർക്ക് നേരെ നിങ്ങൾ ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ, അവർക്ക് നേരെ നിങ്ങൾ റബ്ബർ പെല്ലറ്റുകൾ വിക്ഷേപിക്കുമ്പോൾ, അവർക്ക് നേരെ നിങ്ങൾ ഗ്രനേഡുകൾ ഉതിർക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ ഐക്യദാർഢ്യം, ഈ രാജ്യത്തിന്റെ പിന്തുണ അവർക്കുണ്ടാകുന്നത്. നിങ്ങൾ ഡിയർ ഫ്രണ്ട്സ് എന്ന് വിളിച്ചാലും ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യന്മാരും കമന്റുകളിലൂടെ വന്ന് നിങ്ങളെ ഊക്കി പോകുന്നത് ഈ രാജ്യത്തിന്റെ പിന്തുണ ആ ചെറുപ്പക്കാർക്കുള്ളത് കൊണ്ട് തന്നെയാണ്. അവർ വിളിക്കുന്ന മുദ്രാവാക്യത്തിന് ഏറ്റവും ന്യായത്തിന്റെ ശബ്ദമുള്ളത് കൊണ്ടാണ്. ഒരുപക്ഷെ തുറക്കമുളച്ച് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായതിനു ശേഷം ചോദ്യപേപ്പർ ചോർന്നു എന്നതിന്റെ പേരിൽ പരീക്ഷ വീണ്ടും നടത്തണമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വിദ്യാർത്ഥികളുടെ സമ്മർദ്ദം നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. ഗുജറാത്തിലെ ചോര കണ്ടു പറഞ്ഞ നിങ്ങൾക്ക് ഈ രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ചയുടെ പേരിൽ ആത്മഹത്യ ചെയ്ത 22 ചെറുപ്പക്കാരുടെ വേദന എന്താണെന്ന് മനസ്സിലാകണമെന്നില്ല. കറക്റ്റ് പോയിന്റ് അല്ലേ പറഞ്ഞത്. ഗുജറാത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ കാശ്മീരിലെ കാര്യങ്ങൾ നമ്മുടെ കൃഷ്ണകുമാർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് നമ്മുടെ സലിംകുമാറിന്റെ മകൻ ഒരു മറുപടിയും കൊടുക്കുന്നതായിട്ട് ഞാൻ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. അയാളെ കുത്തിയിട്ടാന്ന് തോന്നുന്ന പോസ്റ്റ് ഇട്ടേക്കുന്നത് ഞാൻ കണ്ടത്. കാശ്മീരിൽ ഇതൊക്കെ ഒതുക്കി തീർക്കാമെങ്കിൽ ഡൽഹിയിൽ ഇതൊക്കെ സിമ്പിളാണെന്നുള്ള രീതിയിൽ പോസ്റ്റ് ഇട്ടതാ. കിടക്കുന്നു മന്ത്രി രാജിവെച്ച്. ഞാൻ വെറുപ്പിക്കുന്നില്ല. രാഹുൽ പറ. മാതാപിതാക്കളുടെ ആശങ്ക എന്താണെന്ന് മനസ്സിലാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ ഈ രാജ്യത്തിന് അതെല്ലാം മനസ്സിലാകും. വിദ്യാഭ്യാസം എന്താണെന്ന് ചോദിക്കുമ്പോൾ, വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് ചോദിക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന അങ്ങേക്ക്, താങ്കൾ പഠിച്ച കോഴ്സ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഏതാണെന്ന് അറിയാത്ത, പഠിപ്പിച്ച അധ്യാപകർ ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ആരൊക്കെയാണെന്ന് അറിയാത്ത, പഠിച്ച യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിക്കുമ്പോൾ അതേതാണെന്ന് പോലും അറിയാത്ത അങ്ങേക്ക് ചോദ്യപേപ്പർ ചോർച്ച പോലെയുള്ള വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലായെന്ന് വരില്ല. ചോദ്യപേപ്പർ ചോർച്ചയുടെ പേരിൽ നടത്തുന്ന അഴിമതികളെ പറ്റി നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് വരില്ല. പക്ഷേ ഈ രാജ്യത്തിന് അത് തിരിച്ചറിയാൻ കഴിയുന്നത് കൊണ്ടാണ് ആ കുട്ടികളുമായി ഒരു ബന്ധവുമില്ലാത്ത മനുഷ്യർ പോലും അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തത്. ആ കുട്ടികളുമായി ഒരു ബന്ധവുമില്ലാത്ത മനുഷ്യർ പോലും നിങ്ങളുടെ മാധ്യമ വായ്ത്താളങ്ങൾക്കിടയിലൂടെ, നിങ്ങളുടെ
മാധ്യമ പുകഴ്ത്തലുകൾക്കും വിമർശനങ്ങളെ ഒന്നും മൈൻഡ് ചെയ്യാതെ അവർക്ക് പിന്തുണയുമായി കടന്നുപോയത്. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ സൂപ്പർ സ്റ്റാറുകളുടെ വലിയ താരനിര ഉണ്ടായേക്കാം, പക്ഷെ ഇവർക്ക് വേണ്ടി സംസാരിക്കുവാൻ നിലപാടുള്ള ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ഈ സമരം ഇങ്ങനെ വിജയിച്ചു നിൽക്കുമ്പോൾ ഒരിക്കലും മറന്നു പോകുവാൻ കഴിയില്ലാത്ത ഒരു മനുഷ്യന്റെ പേരുണ്ട്. നിങ്ങൾ നിരന്തരമായി ആക്രമിക്കുന്ന, നിങ്ങൾ നിരന്തരമായി ആക്ഷേപിക്കുന്ന, നിങ്ങൾ നിരന്തരമായി വിമർശിക്കുന്ന, പക്ഷേ ഈ രാജ്യത്തിന് എപ്പോഴൊക്കെ ആവശ്യമായി വരുന്നോ അപ്പോഴൊക്കെ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യവുമായി തെരുവിലേക്ക് ഇറങ്ങുന്ന രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ ശബ്ദം, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ മുഖം, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ രൂപം, അദ്ദേഹത്തിന്റെ സമരം. വിദ്യാർത്ഥികൾ ജന്തർ മന്ദറിലെ ഏറ്റവും ക്രൂരമായ ആക്രമണം നേരിടുമ്പോൾ ആ രാത്രിയിൽ തന്നെ സമരത്തിന് പിന്തുണയുമായി കടന്നു വന്ന രാഹുൽ ഗാന്ധിയുടെ ആ നിമിഷം മുതൽ ഈ സമരം ടോപ്പ് ഗിയറിലേക്ക് പോവുകയും ടോപ്പ് ലെവലിലേക്ക് ആവുകയും ചെയ്തതാണ്. അവിടെ വെച്ച് ഈ രാജ്യം തിരിച്ചറിഞ്ഞതാണ്, അവിടെ വെച്ച് ഈ രാജ്യം എഴുതിയിട്ടതാണ് ഈ സമരം തോൽക്കുവാൻ പാടില്ല. ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമ്പോൾ അത് രാഹുൽ ഗാന്ധിയുടെയും ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെയും ഏറ്റവും വലിയ സമരത്തിന്റെ വിജയമാണ്. ആ സമരത്തിന് എല്ലാവിധമായ ഹൃദയാഭിവാദികളും ഒരിക്കൽ കൂടി പറയുന്നു. നരേന്ദ്രമോദി നിങ്ങളുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുകയാണ്. ഈ രാജ്യത്ത് നിങ്ങൾ കെട്ടിപ്പൊക്കിയ കോട്ടക്കൊത്തളങ്ങൾ, ഫാഷിസ്റ്റ് കോട്ടകൾ അതൊന്നൊന്നായി തരിപ്പണമാകുവാൻ പോവുകയാണ്. അത് തകർക്കുവാൻ പോകുന്നത് നിങ്ങൾ പാറ്റകളെന്നും പഴുതാരകളെന്നും പല്ലികളെന്നും വിളിക്കുന്ന നിങ്ങളുടെ നേതാക്കൾ, ഇത്തിരിപ്പോന്ന പിള്ളേരെന്ന് വിളിക്കുന്ന ആ കുട്ടികൾ തന്നെ വന്ന് നിങ്ങളുടെ സിംഹാസനത്തെ തകർത്ത് തരിപ്പണമാക്കി നിങ്ങളെ താഴെ ഇറക്കും. അപ്പോൾ ഈ സമരത്തിന് സമരാഭിവാദികൾ. അടിപൊളി അടിപൊളി. ഇനി പിള്ളേർ സമരമൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട്, അതിനെ കൂടെ കാര്യങ്ങളൊക്കെയാണെന്ന് വെച്ചുതരാം. എന്തായാലും വേറെ ലെവലായിട്ടുണ്ട് സംഭവം. CJP മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ്. അതിൽ മരിച്ച കുട്ടികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം എന്നുള്ളതിൽ കൂടുതൽ ചർച്ചകൾക്ക് ശേഷം അതിന്റെ നിയമ നടപടികളൊക്കെ നോക്കിയ ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുമെന്നുള്ളത് പറയുന്നു. ബാക്കി ഈ പ്രതിഷേധക്കാർക്കെതിരെ എടുത്തുള്ള കേസുകൾ, അത് ദില്ലിക്ക് അകത്തും പുറത്തും എടുത്തുള്ള കേസുകളൊക്കെ സർക്കാർ പിൻവലിക്കും. FIR കോപ്പികൾ എല്ലാം ഇവർക്ക് നൽകും. ഈ 4ാം ഘട്ട ചർച്ച, അതായത് ഈ രംഗത്തെ പരീക്ഷാ നടത്തിപ്പിന്റെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടൊക്കെ ഇനി ഇവരുടെ ഒരു അടുത്ത ചർച്ച എന്ന് പറയുന്നത് 4 ആഴ്ചക്കുള്ളിൽ നടത്തുമെന്നുള്ള തീരുമാനമായിട്ട്. അപ്പോൾ CJPയുടെ ആവശ്യങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു. CJP അവരുടെ സമരം അവസാനിപ്പിക്കുകയാണ്. ജന്തർ മന്ദറിലെ 36ാം ദിവസം. ബിനുരാജൻ നമുക്കൊപ്പം ചേരുകയാണ്. രജനി, ദൃശ്യങ്ങളിൽ കാണാം കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളായ JP നദ്ദയും ജിതേന്ദ്ര സിംഗും കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കളായ സൗരവ് ദാസിനും അശുതോഷ് റാങ്കയ്ക്കും കൈകൊടുത്ത് പിരിയുകയാണ്. അങ്ങനെ രജനി സൂചിപ്പിച്ച പോലെ തന്നെ 35 ദിവസമായി തുടർന്നു വന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം ഇവിടെ അവസാനിക്കുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി സമരം പിൻവലിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. 3ാം റൗണ്ട് കുറെ ആൾക്കാർ വന്നിട്ട് ഈ കോക്രോച്ചിന്റെ കുറച്ച് 2 മാസം മുമ്പായിരുന്നു ഈ കുറെ ആൾക്കാർ ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നും ഉള്ള ഫോളോവേഴ്സും കാര്യങ്ങളുമാണ്, അല്ലാതെ ഫോളോവേഴ്സ് ഒന്നും ഇല്ലെന്നൊക്കെ ഒരുപാട് ആൾക്കാർ വലിയ ഡയലോഗ് അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മനസ്സിലായല്ലോ, ഓക്കെ അത് ഫേക്ക് ആയിക്കോട്ടെ. ജനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, തെരുവിലിറങ്ങി, പിള്ളേരുൾപ്പെടെ എല്ലാവരും പിള്ളേർക്ക് വേണ്ടി ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും. മക്കളെ, എനിക്ക് സത്യം പറഞ്ഞ പുച്ഛമാണ് വരുന്നത്. കുറേ എണ്ണം അന്ന് ഫേക്ക് ഐ ഡി ആണ്, അങ്ങനെയാണ്, ഇതൊക്കെ ഇത്രയും ഫോളോവേഴ്സ് ഇല്ല, ലൈക്ക് ഇല്ല. ഇപ്പോഴും നിങ്ങൾ ഈ ലൈക്കും ഫോളോവേഴ്സും ഒക്കെ തൂങ്ങി പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ മോദിയുടെ കഴിഞ്ഞ വീഡിയോ വന്നപ്പോൾ 350 മില്യൺ പോയി, ഇത്ര ലക്ഷം ലൈക്ക് വന്ന് 10 ലക്ഷം ഫോളോവേഴ്സ് കൂടി എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഒരു വിഷയം ഉണ്ടാകുമ്പോൾ എന്തായാലും ഫോളോവേഴ്സ് ഉണ്ടാവും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെയും ഇപ്പുറത്ത് നിൽക്കുന്ന ആളുടെയൊക്കെ കേൾക്കാൻ വേണ്ടി. അത് ഒരു ഫോളോവേഴ്സ് കൂടി എന്നും പറഞ്ഞിട്ട് ജയിക്കണമെന്നൊന്നും ഇല്ല. അത് നിങ്ങൾ ചിന്തിച്ച് നോക്കണം. വിവരമുള്ളവർക്ക് കാര്യം മനസ്സിലാവും. എന്തായാലും അടുത്ത ഇലക്ഷൻ വരുമ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവാതെ ഇവിടെ പോകാൻ നടത്തിയ 3ാം വട്ട ചർച്ചയ്ക്കൊടുവിലാണ് ഇപ്പോൾ ഈ സമരം പിൻവലിക്കുന്നതിനുള്ള തീരുമാനമായിരിക്കുന്നത്. അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയായിരുന്നു. ആ രാജി കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. 2ാമത്തെ വിഷയം അവർക്കെതിരായിട്ടുള്ള കേസുകൾ പിൻവലിക്കണം എന്നുള്ളതായിരുന്നു. ആ കേസുകൾ പിൻവലിക്കാം എന്ന് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ആ കേസുകൾ എന്ന് പറയുമ്പോൾ ദില്ലിയിൽ വിദ്യാർത്ഥികൾക്കെതിരെ 20 FIR-കൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ FIR-കളൊക്കെ തന്നെ മടക്കി നൽകും എന്നാണ് ഇപ്പോൾ JP നദ്ദ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ദില്ലിക്ക് പുറത്ത് രജിസ്റ്റർ ചെയ്ത കേസുകളും പിൻവലിക്കാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ്. നല്ല കാര്യം. പിന്നെ അതുപോലെ തന്നെ ചില പോലീസുകാരുടെ തോന്നിയവസങ്ങൾ കണ്ടായിരുന്നു. പിള്ളേരെ വണ്ടി പിടിച്ചിരുത്തിയിട്ട് മയക്കും, 50 ഗ്രാം കഞ്ചാവും ഈ പറഞ്ഞ പൊടിയും ഒക്കെ എന്താ പറയണ്ടേ, അതൊക്കെ വെച്ച് നിന്റെയൊക്കെ പേര് കേസ് എടുക്കുമെന്നും പറഞ്ഞ് പിള്ളേരുടെ നേരെ ഭീഷണിപ്പെടുത്തി കുറെ ആൾക്കാരൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്താണല്ലോ ഇതൊക്കെ നടക്കുന്നത് ഓർക്കുമ്പോൾ ഒരു വിഷമം മാത്രം ഉണ്ടായിരുന്നു. ഇലക്ഷൻ വരണം, 2029 വരും, വരട്ടെ. അപ്പം കാണാം പലവരുടെയൊക്കെ തോന്നിയവാസങ്ങളും കള്ളം നിന്നവരൊക്കെ. പക്ഷേ അത് പഴയ സിസ്റ്റം തന്നെ മതിയായിരുന്നു. പുതിയ സിസ്റ്റം ആണെങ്കിൽ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ വീണ്ടും BJP തന്നെ പിടിക്കാനായിരിക്കും. കാരണം കള്ളം കാണിച്ചാലേ ജയിക്കത്തുള്ളൂ. ഓക്കെ, എന്തായാലും നിങ്ങൾ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഐ ലവ് യു ഗൈസ്.